ഹലോ ഫ്രണ്ട്സ്, ഇന്ന് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ കണ്ട ഒരു കമൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കമൻറ്റ് ചെയ്ത ചേട്ടന് താങ്ക് യു. കമൻറ്റ് ഇങ്ങനെയാണ്: ഇത് മണ്ടത്തരമല്ല, നീ ബുദ്ധിമാൻ തന്നെ, കുറച്ച് വേരിയേഷൻസ് കൂടി ഉൾപ്പെടുത്തിയാൽ സൂപ്പർ. എന്തൊരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ച് വേരിയേഷൻസ് കൂടി ഉൾപ്പെടുത്തിയാൽ സൂപ്പർ എന്ന് പറഞ്ഞ ഭാഗമാണ്. കാരണം ഡീറ്റെയിലായിട്ട് ഒരു ചെസ്സ് കളിയെ നോക്കിക്കാണുന്ന ഒരു ചേട്ടനാണതെന്ന് മനസ്സിലായി. ആ കളിയിലുള്ള മണ്ടത്തരങ്ങളും വേരിയേഷൻസും എല്ലാം നോക്കിക്കണ്ട് അഭിപ്രായം പറഞ്ഞത് നന്ദി നല്ലപോലെ അറിയിക്കുന്നു. ഇതുപോലുള്ള നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം, കമൻറ്റ് ചെയ്യാം. എന്ത് അഭിപ്രായം നമ്മൾ എടുത്തിരിക്കും. പിന്നെ എനിക്ക് വേറെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അത് ഞാൻ വഴിയെ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം കമൻറ്റ് ചെയ്ത ചേട്ടന് വീണ്ടും 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 താങ്ക്സ്, നല്ല അഭിപ്രായം പറഞ്ഞതിന്. മോശം അഭിപ്രായം നമുക്ക് വരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇത് നല്ല കിടിലൻ ഒരു ഗെയിമാണ്, ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഈ ഗെയിം കളിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഞാൻ ജയിക്കണേ എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയൊരു ഗെയിമാണ്. എല്ലാ ഗെയിമും അങ്ങനെയല്ലല്ലോ ആഗ്രഹിക്കുന്നത്, ജയിക്കും ജയിക്കാതിരിക്കാം. പക്ഷേ ഇതെനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഗെയിമാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഈ ചാനലിനെ കുറിച്ചൊരു 2 വാക്ക്. ഇത് മെയിനായിട്ടും ചെസ്സിനെ കുറിച്ചുള്ളതാണ്. ചെസ്സിലെ ബ്ലണ്ടർ ആണ് മെയിൻ. എങ്ങനെ മണ്ടത്തരങ്ങൾ നമുക്ക് വിജയകരമായിട്ട് നടത്താം എന്നതാണ് മെയിൻ സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, എന്നാലേ അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റൂ. ആ ഗെയിമിലേക്ക് ഇറങ്ങി കാണുക, എന്നാലേ വല്ല മനസ്സിലാവും. അറ്റവും മൂലം കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ചെസ്സ് ഗെയിമാണ്, കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒന്നൊന്നര ഗെയിമാണ് ആവും. കാരണം സ്വാഭാവികമായിട്ടും വെട്ട് നടക്കും. രണ്ടുപേരും നൈറ്റിനെ ഇറക്കുമ്പോൾ ഇതെൻ്റെ ഒരു ഇഷ്ട മൂവ്മെൻറ്റാണ്. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്ത് എൻ്റെ മിക്കവാറും കളികളെല്ലാം ഇങ്ങനൊരു നീക്കം. ബിഷപ്പിനെ കൊണ്ട് തടഞ്ഞു, നൈസിനെ പോയി ബിഷപ്പിനെ എടുക്കുവാണ്. പുള്ളി ഒന്ന് ആലോചിച്ചിട്ടാലും ബിഷപ്പിനെ എടുത്തു. അടുത്തതെന്ത് നീക്കം? ഇതും എൻ്റെ മെയിൻ നീക്കമാണ്. എനിക്ക് ആ കുതിരയെ വേണം. കുതിര എവിടെ കണ്ടാലും ഞാൻ എടുക്കും. പക്ഷെ ഇപ്പം ഞാനൊന്ന് വെറുതെ വിടാം. അതിന് പകരം ഞാനും കാസ്ലിംഗ് ചെയ്യാം. പുള്ളി കാസ്ലിംഗ് ചെയ്തതുകൊണ്ട് ഞാനും കാസ്ലിംഗ് ചെയ്തേക്കാം. കുതിരയെ മാറ്റാൻ വഴിയില്ല. ബ്ലണ്ടർ ആവുമെന്ന് അറിയത്തില്ല. കുതിരയെ പുള്ളിക്കാരൻ എടുത്ത് മാറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ ഐശ്വര്യമായിട്ട് കാസ്ലിംഗ് ചെയ്തു, എടുത്തു. എൻ്റെ തേരായ പുള്ളിയുടെ ലക്ഷ്യം, കുതിരയാണ് ലക്ഷ്യം. കുതിര നൈസിനെ മാറ്റി. ഇത് അവൻ്റെ മന്ത്രിക്കുള്ള എൻ്റെ ആദ്യത്തെ ആപ്പ്. ഓഹോ, ബിഷപ്പിനെ എടുക്കാനുള്ള പരിപാടിയാണല്ലേ. ഒരു സ്റ്റെപ്പ് നോക്കാം. വിചാരിച്ച് ഓടണമായിരിക്കും, ഓടി. അവരുടെ പോൺ സെക്ടർ അടിപൊളി കേട്ടോ, പവർഫുൾ. ഇപ്പം ചാൻസ് കൂടുതൽ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ജയിക്കുമോ നോക്കാം, അവസാനം വരെ കാണും. കളി ബോറിംഗ് ആയിട്ട് തോന്നുന്നെങ്കിലും കണ്ടേ നോക്കുക. കാരണം അവസാനം കിടുവാണ്, പൊളിയാണ്, സൂപ്പറാണ്, വെറുതെ പറയുന്നതല്ല. ബിഷപ്പിനെ എടുത്തോ, ഞാനും എടുക്കും. ഇനി മന്ത്രിക്ക് ട്രാപ്പ് കൊടുക്കണം.
കുതിരയെ കൊണ്ട് മന്ത്രിക്കൊരു പണി കൊടുക്കണം എനിക്ക് അടുത്ത മൂവ്മെൻറ്റ്. പുള്ളി നല്ല പ്ലാനിങ്ങിലാട്ടോ. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ആ മന്ത്രിയെ കൊണ്ട് ചെക്ക് വിളിക്കുകയാണ്. പക്ഷെ അപ്പുറത്തേക്കുന്ന ആൾ മന്ദോത്തിയൊന്നും അല്ലല്ലോ. അതിനുള്ള മറുമരുന്ന് പുള്ളിയും ചെയ്തു. അടുത്ത പൂട്ടാൻ പറ്റിയത് എവിടെ ഇട്ട് പൂട്ടും? എന്തായാലും തേരങ്ങ് എടുത്തു, കുതിര അങ്ങ് എടുത്തു. ആഹാ, അടുത്ത മന്ത്രിക്കുള്ള മന്ത്രി വിട്ടുകിടത്തില്ല. മന്ത്രി വിട്ടുകിടന്ന കളി തീർന്നില്ലേ? എന്നെ സംബന്ധിച്ച് മന്ത്രിയാണ് എൻ്റെ പവർ. മന്ത്രി പോയ ഞാൻ വെറും പടം, അല്ലെങ്കിലും പടം തന്നെ. ബ്ലണ്ടർ മൊത്തവും കളിക്കും. എന്തായാലും കുതിര എടുക്കുന്നില്ല. കുതിര എടുക്കാനുള്ളതായിട്ട് അങ്ങനെ ഇല്ല. ഇനി കുതിര എടുക്കും കേട്ടോ. ഇനി പുള്ളി കുതിര എൻ്റെ തേരിന് രണ്ടും പണി കിട്ടുമല്ലേ. ഇനി എൻ്റെ കുതിര പോകാൻ വഴിയുണ്ട്. അവിടെ ബ്ലണ്ടർ കളിച്ചടാ. ഞാൻ ബ്ലണ്ടർ കളിച്ചു. അല്ല, ബ്ലണ്ടറല്ല, ഞാൻ മന്ത്രിക്ക് ടാപ്പ് കൊടുത്തു. പക്ഷേ എൻ്റെ തേര് രണ്ടും പോയായിരുന്നു. ആ കുതിരയെ കൊണ്ടുവന്നായിരുന്നേ. കണ്ടാ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. മാറ്റിക്കൊണ്ട് പോകുന്നതല്ലാതെ വേറെ ഒരു രക്ഷയില്ല. മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ ചെക്ക് വിളിക്കണം. അതൊരു ചാൻസ് ഉണ്ട്. ചെക്ക് വിളിച്ചിട്ട് എന്നെ വെട്ടും. മന്ത്രിയും കൊണ്ട് മാത്രമേ വെട്ടാൻ പറ്റൂ, ബാക്കിയൊന്നും വെട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെക്ക് അങ്ങോട്ട് മാറ്റണം. മന്ത്രിയും കൊണ്ട് വെട്ടും. ആ സമയം കൊണ്ട് എനിക്ക് ആ തേരിനെ എടുക്കാം. അല്ലാതെ കണ്ടോ, മന്ത്രിയും കൊണ്ടുള്ള തേരിനെ എടുക്കാം. അപ്പോൾ എൻ്റെ തേരിനെ എടുക്കും. യെസ്. അപ്പം പിന്നെ ഇനി കളിയൊന്നും ഇല്ലേ. ഇപ്പം ചാൻസ് കൂടുതലാണ് പുള്ളിക്കാരന് കേട്ടോ. ചാൻസ് കൂടുതൽ പുള്ളിക്കാരനാണ്. 3 കരുക്കളാണ് ഉള്ളത്, മന്ത്രിയും തേരും കുതിരയും. എനിക്ക് മന്ത്രിയും തേരും മാത്രമേ ഉള്ളൂ. ഇത് വെച്ചാണ് ഞാൻ ജയിക്കേണ്ടത്. കളിച്ചത് മൊത്തവും ബ്ലണ്ടർ കളിച്ച് ജയിക്കാൻ പറ്റുമോ നോക്കണം. കളി എൻഡ് ഗെയിമിലോട്ടെടുക്കുന്നു. ചെക്ക് വിളിച്ച്. ഇതിവിടെ എങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ മന്ത്രിയും പോയേനെ. ചെക്ക് മാറ്റാം. ബ്ലണ്ടർ പുള്ളിക്കാരൻ ഇരുന്നിരുന്ന് ഒറ്റ ബ്ലണ്ടർ ചെയ്തു. ഇത് ബ്ലണ്ടറാണെന്ന് മനസ്സിലായവർ ലൈക്ക് ചെയ്യുക. അടുത്ത എൻ്റെ മൂവ് എന്താണെന്നും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത എൻ്റെ മൂവ് എന്തോന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോക്കണം. ഇതുപോലത്തുള്ള ഇനിയുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. വേറൊരു കമൻറ്റ് വരാനുണ്ട്, മെയിൻ കമൻറ്റ്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ടാറ്റാ.